ഇന്നലെ ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടാ, വേറൊന്നുമല്ല, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, എവിടെയും പോയിട്ടാ. അപ്പോൾ ഷൂട്ട് ചെയ്യാൻ ഒരു മൂഡൊന്നും ഉണ്ടായിട്ടാ. ഇന്ന് രാവിലെ വീട്ടിൽ പണിയെല്ലാം കുറച്ച് സൈഡാക്കി നമ്മൾ മീൻ മേടിക്കാൻ പോയി. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ മീൻ അവരെന്നെ ക്ലീനെല്ലാം ആക്കി കൊടുക്കും. പിന്നെ അതിലാണ് നമ്മൾ മേടിച്ചത്. അവിടെ കുറേ വലിയ വലിയ മീനെല്ലാം ഉണ്ട് ഫ്രീസറിൻ്റെ ഉള്ളിൽ. പിന്നെ തിരിച്ചു വരുമ്പോൾ ഓനെന്തെല്ലോ സ്നാക്സ് എല്ലാം മേടിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് എത്തി. നമ്മൊരു മീഷോയിൽ ഗായത്രിക്ക് വേണ്ടിയിട്ടൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിന്. ഇന്നലെ മുതൽ ആൾ വിളിച്ച് കളിയാക്കുന്നത്, ആടെ വരെ ഈടെ വരെ, അങ്ങോട്ട് വാ ഇങ്ങോട്ട് വാന്നെല്ലാം പറഞ്ഞിട്ട്. എനിക്ക് ഇന്ന് വേറൊരുത്തൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടു, അയാൾ പേടിച്ചിട്ടും തോന്നുന്നു. സാധനം കിട്ടി എന്തായാലും. പിന്നെ മീൻ മേടിച്ചിട്ട് പറഞ്ഞില്ല, അതിൻ്റെയൊക്കെ മുട്ട കിട്ടി. എനിക്ക് മീനേക്കാൾ ഇഷ്ടം മീനിൻ്റെ മുട്ടയാണ്. എന്ത് ടേസ്റ്റ് അല്ലേ, പണ്ടത്തെ ഓർമ്മയെല്ലാം വരും. അത് കുറച്ചേ ഉണ്ടാവും മുട്ട, എന്നാലും എല്ലാവർക്കും ഇങ്ങനെ ഷെയർ ചെയ്തിട്ട് കുറച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അത് കുറച്ചുള്ളത് കൊണ്ടായിരിക്കും അത്ര ടേസ്റ്റ്. പിന്നെ ഇവൻ മീനൊന്നും തിന്നൂല, അനന്തും. മീനിൻ്റെ കറി വെച്ചാലും ഫ്രൈ ആക്കിയാലും അങ്ങനെ ഒന്നും തിന്നില്ല, പക്ഷെ മുട്ട തിന്നുന്നുണ്ട്. പിന്നെ ആഫ്റ്റർനൂൺ ചോറ് കഴിക്കാൻ ഇളയപ്പൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളും കൂടി വരുന്നു പറഞ്ഞു. അങ്ങനെ നമ്മൾ പെട്ടെന്ന് വീടെല്ലാം ക്ലീനാക്കി ഞാനവനും കൂടി ബെഡ്ഷീറ്റ് എല്ലാം വിരിച്ചു. പിന്നെ അവർ ഫുഡ് കഴിച്ചിട്ട് പോയി. ഈവനിങ് ആകുമ്പോൾ ഗായത്രി വന്നു സ്കൂളിൽ നിന്ന്. അപ്പോൾ ഓൾ ഡാൻസ് പ്രാക്ടീസിന് പോകാൻ നിൽക്കാമെന്ന്. ഇളമയുണ്ട്, ഞാനും പോയി. ഞാൻ പിന്നെ വെറുതെ ഇരിക്കുന്നല്ലേ. അങ്ങനെ ഞങ്ങൾ രാത്രി പുറത്തിറങ്ങി. കാരണം അനന്തുവിന് നാളെ അരങ്ങേറ്റമാണ് സംഗീതത്തിൻ്റെ. അപ്പോൾ ഒരു ഡ്രസ്സ് നോക്കി വെച്ചിട്ടുണ്ടായി, അത് എടുക്കാൻ വേണ്ടി പോയി. പിന്നെ കണ്ണാടി കാണുമ്പോൾ ഒരു ഫോട്ടോ എടുത്തില്ലെങ്കിൽ എങ്ങനെ ശരിയാവുന്നത്. ആടെ ട്രെൻസിൻ്റെ പുറത്ത് തന്നെ പാനിപ്പൂരി ഉണ്ടായിനി. ഇവരെല്ലാം ഇത് ഇടയ്ക്കിടയ്ക്ക് തിന്നലുണ്ട് തോന്നുന്നു, നല്ലോണം തിന്നുന്നുണ്ട്. പക്ഷെ എനിക്ക് ഒരു 3 തിന്നപ്പോൾ തന്നെ ഒരു മതി എന്നുള്ളൊരു ഫീലിംഗ്. അതിൻ്റെ ആ വെള്ളം എനിക്ക് അത്ര ഇഷ്ടമല്ല. പിന്നെ അപ്പം എല്ലാവരും തിന്നു. ഇളയം അത്രക്ക് തിന്നിട്ടൊന്നുമില്ല. ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ബൈ ബൈ.